നിലമ്പൂരിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. അനന്തുവിന്റെ ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ ഉണ്ട്. റാഫി കരീം നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. പറയൂ റാഫി. ഈ അനന്തുവിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയം മുൻപാണ് പൂർത്തിയായത്. അനന്തുവിൻ്റെ ശരീരത്തിൽ ചെറിയ മുറിവേറ്റ പാടുകളുണ്ട്. വയറിലാണ് മുറിവേറ്റ പാടുള്ളത്. ഇത് ഈ അനന്തു ഈ അപകടം സംഭവിച്ചപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഈ ഇത്തരത്തിൽ ഷോക്കേറ്റ് ഈ അപകടം സംഭവിച്ചപ്പോൾ ഉണ്ടായ പാടുകളാണ് എന്നുള്ളതാണ് പ്രാഥമികമായും സംശയിക്കുന്നത്. മറ്റ് സംശയിക്കുന്ന തരത്തിലുള്ള പാടുകളൊന്നും ശരീരത്തിലില്ല എന്നുള്ളതാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായപ്പോൾ പ്രാഥമികമായും പുറത്തു വരുന്ന വിവരങ്ങൾ. അല്പസമയത്തിനകം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. 7:30 അനന്തുവിൻ്റെ മൃതദേഹം നിലമ്പൂരിൽ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ ഉടനെ തന്നെ ആരംഭിച്ചിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയം മുൻപാണ് പൂർത്തിയായത്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളാണ്. ഏകദേശം 9:30 ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ മൃതദേഹം ഇവിടെ നിന്ന് നിലമ്പൂർക്ക് കൊണ്ടുപോകും. ഈ നിലയിലുള്ള ക്രമീകരണമാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഈ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുന്നതിൻ്റെ പ്രാഥമിക വിവരങ്ങളിലാണ് അനന്തുവിൻ്റെ ശരീരത്തിൽ മുറിവേറ്റ പാടുകളുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ആ മുറിവേറ്റ പാടുകൾ കുട്ടിയുടെ വയറിലാണ് മുറിവേറ്റിരിക്കുന്നത്. ഇത് ഈ കുട്ടി വീണപ്പോൾ സംഭവിച്ചതാകാം എന്നുള്ളതാണ് നിലവിലുള്ള സംശയം. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും മരണകാരണം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടാവുക. ഷോക്കേറ്റ് തന്നെയുള്ള മരണമാണ് എങ്കിൽ പോലും അതിൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം അന്വേഷണവുമായി ബന്ധപ്പെട്ട് വേണം. അത് ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും വ്യക്തമാവുക.